മാം, ഈ ഒരു കുഞ്ഞു കുട്ടിക്ക് അല്ല ഒരു കുഞ്ഞു കുട്ടിയിൽ നമ്മളൊരു ഓട്ടിസം ഉണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഓട്ടിസം നമുക്ക് ഡയഗ്നോസിസ് ചെയ്യുന്നത് മുമ്പൊക്കെ ഒരു 3 വർഷം 3 ഇയേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോഴാണ് കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്നൊക്കെ നമുക്ക് അതിന് കുറച്ച് അസസ്മെൻറ്റ് ടൂളുകളൊക്കെ വെച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഏർലി ആയിട്ട് ഡയഗ്നോസിസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അമ്മ എന്നൊരു കൺസേണിൽ നമ്മൾ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഓട്ടിസത്തിന് ചാൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കുട്ടി അമ്മയായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല, ഐ ടു ഐ കോണ്ടാക്ട് ഉണ്ടാകാൻ വഴിയില്ല. നമ്മളൊരു 2nd മന്ത് തൊട്ട് കുട്ടി അമ്മയെ നോക്കി ചിരിക്കുക എന്നാണ് പറയാം. ഒരു 6 months ആയിട്ടും കുട്ടിക്ക് നമ്മളായിട്ടൊരു ഐ ടു ഐ കോണ്ടാക്ട് ഇല്ല, അൺലെസ് കുട്ടിക്ക് വേറെ വിഷൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ. പിന്നെ ഒരു 1 year ഒക്കെ ആകുമ്പോൾ കുട്ടി സാധാരണ നമ്മൾ പേര് വിളിക്കാം, ഒരു കുട്ടിയുടെ പേര് വിളിക്കുമ്പോഴേക്ക് പേര് റെസ്പോണ്ട് ചെയ്യുക, ആ റെസ്പോൺസ് കാണിക്കില്ല. കുട്ടി എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന സ്ഥലത്തിരുന്ന് കളിക്കുക, അതേ പിയർ ഗ്രൂപ്പായിട്ടുള്ള കുട്ടികളായിട്ട് ഇൻറ്ററാക്ഷൻ ഇല്ലാണ്ടിരിക്കുക, ഒരു ലാംഗ്വേജ് ഡിലേ ഉണ്ടാവുക, ചില കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഒരേപോലത്തെ റിപ്പീറ്റിംഗ് മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ പിന്നെ സാധാരണ ഒരു ടോയ് കാർ, സാധാരണ കുട്ടികൾ ഒരു ടോയ് കാർ കിട്ടിയാൽ അവർ അത് ഉരുട്ടി കളിക്കുക ചെയ്യുക. ഈ കുട്ടിക്ക് അതിൽ ചിലപ്പോൾ അതിൻ്റെ ടയർ ഇങ്ങനെ ഉരുട്ടിയിരിക്കലായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അവർ കാണിച്ചു തുടങ്ങുക. പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു കറക്റ്റ് പാറ്റേൺ ആയിരിക്കണം. ഇപ്പോൾ രാവിലെ ഇന്ന സമയത്ത് എണ്ണീക്കണം, ഇന്നതുപോലെ ആയിരിക്കണം അവരുടെ കാര്യങ്ങൾ. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യതിയാനങ്ങൾ വരുന്നവർക്ക് സഹിക്കാൻ പറ്റാണ്ടിരിക്കുക. മെയിൻലി അമ്മമാർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് സ്പീച്ചിലായിരിക്കും. പക്ഷെ അവിടെ ആ സ്പീച്ച് കൺസേൺ ആകുമ്പോൾ മിക്ക വീടുകളിലും വരുന്ന സാധനമാണ്, ഒരു കാര്യമാണ്, ഇല്ല അവർ അച്ഛൻ ലേറ്റായിട്ടായിരുന്നു, അമ്മ ലേറ്റായിട്ടാണ് സംസാരിച്ചതെന്നുള്ളത്, അതിലത് വിട്ടുകളയും. ഇപ്പോഴത്തെ ഒരു മെയിൻ ഡേഞ്ചർ സൈനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം. പിയർ ഗ്രൂപ്പിന് ഇല്ലായ്മയും സ്ക്രീൻ ടൈമിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഈ ഓട്ടിസം ഇപ്പോൾ റേറ്റിംഗ് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്.